കൊറിയൻ മക്കൾ പണ്ടുകാലം മുതൽക്ക് നടത്തിവരുന്ന ഒരാചാരമുണ്ട്, 3 ഡേ ഫ്യൂണറൽ. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് മാത്രം അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന രീതി. ആളുകളെല്ലാം എത്തിപ്പെടാനുള്ള സമയം കണക്കാക്കുന്നതായി ഇപ്പോഴുള്ളവർ കരുതുമ്പോൾ, എന്നാൽ ഇതിന്റെ യഥാർത്ഥ റീസണായി പണ്ടുള്ളവരുടെ വിശ്വാസം എന്തെന്നാൽ ഈ 3 ദിവസവും മരിച്ചവർ തിരികെ വരുന്നു അവരുടെ പ്രിയപ്പെട്ടവർ കാക്കും. വിട പറയും മുൻപുള്ള കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷ. ജീവിച്ചിരിപ്പുള്ളവർക്ക് മാത്രമല്ല ഗുഡ് ബൈ പറയേണ്ടത്, മരിച്ചവർക്കും അത് പറയാനുണ്ട്. അവർക്ക് ഈ 3 ദിവസങ്ങളും ഒരു വരമാണ്, അന്ത്യാഭിലാഷം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് എല്ലാം നഷ്ടപ്പെടുന്നതിന് മുൻപ് ശേഷിക്കുന്നത് ഈ 3 ദിവസവും. മോർട്ടീഷ്യൻ സുഗു തൻ്റെ അസിസ്റ്റന്റിനോട് കാര്യങ്ങൾ പറഞ്ഞൊരു ശരീരം മോർച്ചറിലേക്ക് കയറ്റുകയാണ്. ആ ശരീരം വേറെ ആരുടെയുമല്ല, തൻ്റെ ജീവനായ കാമുകൻ മരിച്ചെന്ന ധാരണയിൽ സ്വയം ജീവനൊടുക്കിയ പുണ്യജന്മം ലിജിയുടേത്. ആ കഴുത്ത് കണ്ട് അവൾ അനുഭവിച്ച വേദനയെപ്പറ്റി പറയാൻ വാക്കുകളില്ലെന്ന് പറഞ്ഞ് ഇരുവരും മോർച്ചറിലേക്ക് കയറ്റി പോകുമ്പോൾ ഈ 3 ഡേ ഫ്യൂണറലിനെ പറ്റി കേട്ടപ്പോൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് മനസ്സിൽ വന്നത്. ചെറി ബ്ലോസം മരങ്ങൾക്ക് നടുവിൽ തൻ്റെ ജീവനായ കിമ്മിനെ കാത്തൊരു ബസ് സ്റ്റോപ്പ് ചെയറിലിരുന്ന ലിജിക്കൊടുവിലായിരിക്കേണ്ടി വന്നതൊരു ഇരുണ്ട രാത്രിയിൽ. അതേ ചെയറിൽ കൈകോർത്ത് പിടിച്ച് വെള്ളിത്തിരിക്ക് മുന്നിലിരുന്ന് സ്നേഹിച്ച ഒരു ജീവിതത്തിൽ നിന്നും ഇപ്പോൾ വികൃതമായ കൈകളുമായി അവൾ. അമ്പലത്തിൽ ചെണ്ടയിൽ തട്ടിത്തട്ടി സ്നേഹം പങ്കുവച്ച നിമിഷങ്ങളിൽ നിന്നും ഇപ്പോൾ ഒറ്റയ്ക്ക് ബെഞ്ചിൽ തട്ടിയിരിക്കുമ്പോൾ ലിജിക്കൊരു കാര്യം മനസ്സിലാവുന്നു. തനിക്കിപ്പോൾ ചെവി കേൾക്കാം. ഈ ലിംബോ ലോകത്തിലെങ്കിലും തനിക്ക് കേൾവിശക്തി ദൈവം തന്നുവെങ്കിൽ ശബ്ദിക്കാനുള്ള ഭാഗ്യവും തരില്ലേ എന്നവൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് വഴി അവൾ ഒടുവിൽ മൊഴിയുകയാണ്. ജന്മത്തിൽ ആദ്യമായി, കിം ഹ്യൂമിൻ, ലവ് യു, മിസ് യു സോ മച്ച്. അതാ കിം അവിടെ ബസ്സിലെത്തുന്നു. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ട ഫസ്റ്റ് അറ്റംപ്റ്റ്. എന്നാൽ മൈൻഡ് ചെയ്യാതെ നടന്നു നീങ്ങുന്നതായി നമ്മൾ കണ്ട കിം കുറച്ചു ദൂരം ചെല്ലുമ്പോഴേ ബോധം നശിച്ചു വീഴുകയാണ്. വീട്ടുടമസ്ഥയുടെ നിർദ്ദേശപ്രകാരം വീട്ടിലൊരു ആത്മഹത്യ നടന്ന വിവരം ആരും അധികം അറിയാതിരിക്കാൻ രാത്രി വന്ന് വൃത്തിയാക്കാൻ ഒരുങ്ങുന്ന 2 പേർ, എന്നാൽ അകത്തു നിന്നും തുടർച്ചയായ എന്തോ ശബ്ദം കേൾക്കുന്ന പാടെ കുറച്ചു പേരുണ്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ കാണുന്നത് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ലിജിയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ നിന്ന് തന്നെ കിം എഴുന്നേറ്റ് ഇതെവിടെയാണെന്ന് ചോദിച്ചുടൻ വീഴുന്നു. ഇതെന്താ സംഭവം, നമുക്ക് നോക്കാം. അടുത്ത ദിവസം വീണ്ടും ബസ് ഇറങ്ങി വരുന്ന കിം ലിജിയുടെ ടക് ടക് ശബ്ദം കേട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. എന്നാൽ ഉടൻ തന്നെ വീഴുന്നു. മുൻപ് കിം വീണപ്പോൾ വീട്ടിൽ ലിജി തുന്നുന്നതായി കണ്ട പോലെ ഇപ്പോൾ വീണതിന് പിറകെ ലിജി ഒരു തിയേറ്ററിൽ നിന്ന് തുന്നുകയാണ്. പിറകെ കിം എഴുന്നേൽക്കുന്നു വീണ്ടും. അടുത്ത തവണ ആരെങ്കിലും ഫോണിൽ വിളിക്കണമെന്ന് ചോദിക്കുന്ന ആ അറ്റംപ്റ്റ്. ഇന്നേരം കിമ്മിൻ്റെ കാലിലൂടെ ചോര ഒഴുകുന്നത് നോക്കിയിരിക്കുന്ന ലിജിയെ പരിചയഭാവം കാണിക്കാതെ പോകുന്നു. വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വീഴുന്നു. ഇത്തവണ ലിജി തുന്നുന്നത് ഒരു അമ്പലത്തിലിരുന്നു. ഓരോ തവണയും കിം ലിജിയെ കണ്ട് ആരെന്നറിയാതെ പോകുമ്പോൾ ലിജിയുടെ ഓരോ അവസരവും നഷ്ടമാവുകയാണ്, തൻ്റെ വിട പറയൽ രേഖപ്പെടുത്താനുള്ള ഓരോ അവസരവും. എന്നാൽ കിമ്മിൻ്റെ ഓരോ വീഴ്ചയും അതിൽ നിന്ന് വരുന്ന പരുക്കുകളും സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, അയാളുടെ തിരികെ ജീവിതത്തിലേക്കുള്ള ദൂരം കൂടുന്നു എന്നതാണ്. മരണം അടുത്തുകൊണ്ടുമിരിക്കുന്നു. എന്നാൽ ഓരോ പ്രാവശ്യവും ലിജി ആ മുറിവ് തുന്നിച്ചേർക്കുകയാണ്. അതും ഇരുവരും സ്നേഹനിമിഷങ്ങൾ പങ്കുവച്ചിട്ടുള്ള ലിജിയുടെ വീട്ടിലും തിയേറ്ററിലും അമ്പലത്തിലുമല്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നതെന്തിന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ അടുത്ത അറ്റംപ്റ്റ്. ലിജി വീണ്ടും ചോദിക്കുന്നു തന്നെ അറിയില്ലേ എന്ന്. ഇന്നും ഇന്നലെയും അതിന് മുന്നേയും കണ്ടതുകൊണ്ടറിയാം, പക്ഷെ നാളെയോ? എനിക്കധികം സമയമില്ലെന്ന് പറഞ്ഞ് ലിജി കിമ്മിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നതായി കണ്ടത് വേറെ ഒന്നും കൊണ്ടല്ല, അവൾക്കാകെ ശേഷിക്കുന്ന ആ സമയമാണ്, എല്ലാം നഷ്ടപ്പെടുന്നതിന് മുന്നേയുള്ള കുറച്ച് നിമിഷങ്ങൾ. എന്നാൽ യഥാർത്ഥ ലോകത്ത് മറ്റൊരു പ്രശ്നം. മോർട്ടീഷ്യൻ ലിജിയുടെ ശരീരം മോർച്ചറിൽ നിന്ന് കുളിപ്പിക്കാനായി എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഡോർ തുറന്നു വരുന്നില്ല, സ്റ്റക്കായി നിൽക്കുന്നു. സുഖമെത്തി തുറക്കാൻ നോക്കി പറ്റാതെ നിൽക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചിളക്കിപ്പിച്ചാലോ എന്നുള്ള ചോദ്യത്തിന് അവൾ നല്ല നീരസത്തിലായിരിക്കുമെന്നും കുറച്ച് സമയം കൊടുക്കാമെന്നും പറഞ്ഞൊരൊറ്റ പോക്ക്. ഒന്നും പിടികിട്ടാതെ പിറകെ അസിസ്റ്റൻറ്റും. മറുപക്കം നമ്മൾ ഇനിയും എന്താണ് ഉണ്ടായെന്നറിഞ്ഞിട്ടില്ലാതെ ഡിറ്റക്റ്റീവ് സാംസൺ മഴ തോരുന്നതും കാത്ത് ലൈറ്റ് ഷോപ്പിൽ നിൽക്കുമ്പോൾ ജങ് കൊടുക്കുന്ന ചൂട് കാപ്പി വല്ലാതെ കുടിക്കുന്നത് കണ്ടങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തിനെങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു എന്ന് സാംസൺ. കടയിലേക്ക് വരുന്ന എല്ലാവരെയും വീക്ഷിക്കുന്നത് തൻ്റെ ഒരു ശീലമായി പോയെന്നും കുറച്ചു മുന്നേ സ്യൂട്ട് കേസ് ലേഡിയെ പിടിച്ചു നിർത്തിയ നിങ്ങളുടെ കാര്യം നോക്കിയാലും എല്ലാത്തിനെയും ഗൂഢമായി നിരീക്ഷിക്കുന്ന പ്രകൃതമാണെന്ന് ജങ്ങും. അതിൻ്റെ ജോലിയായിപ്പോയെന്ന് പറഞ്ഞ് സാംസൺ അവിടെ ഇരിപ്പുള്ള മിഠായി കവറുകൾ വെച്ചിട്ടുള്ള ബോക്സിലേക്ക് കണ്ണോടിച്ച് തിരക്കുമ്പോൾ അത് കുറച്ചു മുന്നേ പുറത്തു നിന്ന് പോയ കുഞ്ചുവിൻ്റേതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അത്ര വലിയ മകളുണ്ടാവാനുള്ള പ്രായം തോന്നുന്നില്ല. അതുമല്ല, മുഖം നോക്കി പ്രായം ഊഹിക്കുന്നതിൻ്റെ ജോലിയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് കൂടി നിങ്ങളുടെ വയസ്സ് എനിക്ക് കിട്ടുന്നേയില്ല എന്നുള്ള സംസാരം കേട്ടപാടെ ജങ് ഒന്ന് ചിരിച്ചിട്ട് തനിക്കൊരു മകളുണ്ടായിരുന്നു എന്ന് പറയുന്നു. ജങ്ങിൻ്റെ യഥാർത്ഥ രൂപം സാംസണും കുഞ്ചുവും ഒന്നും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഓർമ്മയില്ലേ? ജങ് തൻ്റെ കാര്യം പറഞ്ഞിട്ട് സാംസണോട് കുട്ടികളെപ്പറ്റി ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു, പേരുമിട്ടതായിരുന്നു, പക്ഷെ അലസിപ്പോയി എന്ന് പറഞ്ഞ് അധികം നീട്ടാതെ മഴ തോർന്നെന്ന് പറഞ്ഞ് പോകാൻ ഭാവിക്കുമ്പോൾ ജങ്ങിൻ്റെ ചോദ്യം, അവനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എത്ര പാടുപെടുന്നത് എന്തിനാണ്? എനിക്കിവിടെ ഇനി ശേഷിക്കുന്നത് മാത്രമാണ്. അങ്ങനെ പറഞ്ഞിറങ്ങി അയാൾ ഇടവഴിയിലൂടെ നടക്കുകയാണ്. കുട്ടിയുടെ അനക്കം തുടങ്ങേണ്ട സമയമായില്ലെന്ന് പരിഭവിക്കുന്ന തൻ്റെ ഭാര്യയെ ഗവനിക്കാതെ ജീവൻ രക്ഷിക്കുന്ന ജോലിക്കായി ഓടിയ ഓർമ്മകളുമായി.
വേണ്ടിയിരുന്ന സമയം ശ്രദ്ധ ചെലുത്താതെ ഗർഭമലസാൻ താൻ കാരണമായെന്ന കുറ്റബോധത്തോടെ സ്കൂട്ടറിന്റെ ശബ്ദം അങ്ങുമിങ്ങും കേട്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടുന്നു സാംസൺ. ഓടി അവിടെ കാണുന്ന ഒരു സ്കൂളിലേക്ക് ചെന്ന് കയറി നോക്കുമ്പോൾ കാണുന്ന കുട്ടികളുടെ ലോക്കറുകൾ. ബോബെ, സൊമാങ്, സാരംഗ്, ഹെയ്റ്റ്സൽ ഇതുകണ്ട് വിങ്ങുകയാണ്. തൻ്റെ പത്നി കുട്ടിക്കായി എഴുതിയ പേരുകൾ. താൻ നിർദ്ദേശിച്ച ഹെയ്റ്റ്സൽ മാത്രമല്ല, നമ്മൾ കുഞ്ചുവിൻ്റെ ക്ലാസ്സിൽ ഹാജർ വിളിച്ചതായി കണ്ട പല പേരുകൾ. കുട്ടി ഗർഭാവസ്ഥയിൽ മരിച്ചത് മൂലമുള്ള വിഷമത്തിൽ ഉപേക്ഷിച്ചു പോയ ഭാര്യയുടെ നിരാശ. അതെ, സാംസന്റെ ഭാര്യ മരിച്ചതായിരുന്നില്ല, ഇക്കാരണത്താൽ ഉപേക്ഷിച്ചു പോയതായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഇനി ഒന്നും ശേഷിക്കാതെ കള്ളനെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന സാംസൺ ഓടി ഓടി പതറി വീഴുകയാണ്. കിമ്മിനെ പോലെ അകന്നുകൊണ്ടിരിക്കുന്ന ജീവന്റെ ഗതി. എന്നാൽ തളരാൻ തയ്യാറാവാതെ എഴുന്നേറ്റ് ആ ലക്ഷണങ്ങളെ വകവയ്ക്കാതെ നീങ്ങുമ്പോൾ കുഞ്ചു ആ ഇടവഴിയിലേക്കൊന്ന് നോക്കി അങ്ങോട്ട് കയറാതെ അപ്പാർട്ട്മെന്റിലേക്ക് ഓടുന്നതിനിടയിൽ ആ പട്ടി പ്രത്യക്ഷപ്പെട്ട് കുരയ്ക്കുന്നു. ബിജു അന്വേഷിച്ച് നടക്കുന്നതായി കണ്ട ആ പട്ടിയോട് അയാളുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ട് ഓടാൻ പറഞ്ഞ് ലിഫ്റ്റിൽ വന്ന് 8-ാം നമ്പർ ഫ്ലോറിലേക്ക് ഞെക്കുകയാണ്. റിയൽ വേൾഡിൽ ഹോസ്പിറ്റലിലെ ICU ഉള്ളതും അതേ ഫ്ലോറിൽ. ലിഫ്റ്റിലേക്ക് ഉടൻ ചാടിക്കയറുന്ന കിമ്മിനെ കണ്ട് പേടിയുടെ മുകളിലെത്തി ലിഫ്റ്റിൽ നിന്നും വെപ്രാളത്തിലോടുന്നു. കാരണം കിമ്മിന്റെ വയറ്റിൽ ചോരപ്പാടുകൾ. ഓടിച്ചെന്ന് ലോക്കഴിക്കാൻ ശ്രമിച്ച് പറ്റാത്തതിനെ തുടർന്ന് അമ്മയോട് കതക് തുറക്കാൻ ഒച്ചവയ്ക്കുന്ന കുഞ്ചുവിന് പിറകിലൂടെ ഒരു കുഴപ്പവുമില്ലാതെ തൊട്ടപ്പുറത്തുള്ള തന്റെ മുറിക്കടുത്തേക്കെത്തി നീ ഇവിടെ താമസിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നത് കേട്ട് അവൾ അതേയെന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് കിം. ഇല്ല. എത്ര നാളായി ഇവിടെയെന്ന് ചോദിക്കുന്നതും കിം വീണ്ടും വീഴുന്നു. അതും ശരീരം രണ്ടായി മടങ്ങി വല്ലാത്തൊരു രീതിയിൽ. ഉടൻ അവിടേക്ക് ലിജി ബാഗുമായി ഓടി എത്തുകയാണ്. വിട്ടേക്ക്, അവൻ എൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട്. ഇത് കണ്ടപാടെ കുഞ്ചു കതക് തുറന്ന് കയറി അടച്ചിട്ട് പതിയെ തുറന്നു നോക്കുമ്പോൾ ലിജി കിമ്മിനെ സ്യൂട്ട് കേസിലേക്ക് തട്ടിക്കയറ്റുന്ന ആ ഭീകരമായ കാഴ്ച കാണുമ്പോഴേക്കും അമ്മ എത്തി കതകടച്ച് കുഞ്ചിൻ്റെ വായ പൊത്തിപ്പിടിക്കുന്നു. മിണ്ടരുതെന്ന് ചൂണ്ടി. ലിജി നേരെ വന്ന ഡോർ ഹോളിലൂടെ അകത്തേക്ക് നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം, ഞങ്ങളും അങ്ങനെയാണ്. പക്ഷേ എനിക്ക് മാത്രം എന്താ മാറ്റം? തന്നെ കിമ്മിന് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ലെന്ന പരിഭവത്തിൽ ലിജി നീങ്ങുമ്പോഴേക്കും കുഞ്ചു അവർ പോയെന്നും വിളിച്ചിട്ട് കതക് തുറക്കാത്തത് എന്താണെന്നും അവരാ പറഞ്ഞിട്ട് പോയതൊക്കെ എന്താണെന്നും ചോദിക്കുമ്പോൾ അമ്മയാകട്ടെ ബൾബുകളിലിട്ടുള്ള വേസ്റ്റ് ബിൻ കാണിച്ച് ലൈറ്റ് മേടിച്ചു ആംഗ്യം കാട്ടി ചോദിക്കുകയാണ്. യഥാർത്ഥ ലോകത്ത് ഊമയായിരിക്കുന്ന ലിജി ഈ ലിംബോയിലെത്തപ്പെട്ടപ്പോൾ സംസാരിച്ച പോലെ യഥാർത്ഥ ലോകത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന കുഞ്ചുവിൻ്റെ അമ്മ ജങ് യൂഹി ഇവിടെ എത്തിയപ്പോൾ സംസാരിക്കാൻ കഴിയാതിരിക്കുന്നത് എങ്ങനെ? തന്നോട് മിണ്ടാതിരിക്കുന്നതിൽ അരിശം കൊണ്ട് കുഞ്ചു ഇനി ബൾബ് മേടിക്കുന്നില്ലെന്നും പുറത്തു മൊത്തം പേടിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണുന്നതെന്നും ക്ലാസ്സിലാണെങ്കിൽ കൂട്ടുകാരൊന്നും തന്നോട് മിണ്ടുന്നത് കൂടിയില്ല, ഇനി ഞാൻ പുറത്തേക്ക് പോകുന്നേയില്ലെന്നും പറഞ്ഞ് വേസ്റ്റ് ബിൻ വലിച്ചെറിഞ്ഞ് നേരെ മുറിക്കകത്തേക്ക് പോയി കിടന്ന് അലറിക്കരയുന്നു. തൻ്റെ അമ്മ ഒന്നും സംസാരിക്കാതിരിക്കുന്നതിൻ്റെ വിഷമമാണ് കുഞ്ചുവിന്. എന്നാൽ ലിജി സ്യൂട്ട് കേസിലേക്ക് നോക്കി എന്താ നിനക്കെന്നെ തിരിച്ചറിയാത്തതെന്നും ചോദിച്ച് ലിഫ്റ്റ് ഇറങ്ങി ഇനി എങ്ങോട്ട് പോകുമെന്നറിയാതെ നീങ്ങുമ്പോൾ യോങ്ജി അടുത്ത ദിവസവും ശ്മശാന കവാടത്തിന് മുന്നിൽ ആ ചെറുപ്പക്കാരനോടൊപ്പം ഇരിക്കുന്ന ഉമ്മയെ കണ്ട് ഇത്തവണ അയാൾ എണീച്ചു പോകുന്ന തക്ക നോക്കി അവരോട് പോയി സംസാരിക്കുന്നു. എങ്ങനെ എന്നെ കാണാമെന്നും നിങ്ങളും മരിച്ചതാണെന്നും അവർ ചോദിക്കുമ്പോൾ മരിച്ചിട്ടില്ല, പക്ഷേ മരണത്തിനടുത്തുവരെ എത്തിയിട്ടുണ്ടെന്ന് യോങ്ജി പറഞ്ഞ ശേഷം ഇരുവരും സംസാരിക്കുന്നത് വഴി ഇതാ ഉമ്മയുടെ അവസാന ദിവസമാണ്, അതായത് സംസ്കാരത്തിനായി സൂക്ഷിച്ചിട്ടുള്ള 3-ാം ദിവസമാണെന്നും ഇനി താനെല്ലാം മറന്നാലും പ്രിയപ്പെട്ട കൊച്ചുമകനെ മറക്കാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് തന്റെ പ്രാർത്ഥനയെന്നും ഞാൻ മറക്കില്ലല്ലോ അല്ലേ എന്ന് യോങ്ജിയോട് തിരക്കുമ്പോൾ എന്നാൽ അവൾ അതിന് വാക്കുകളില്ലാതിരിക്കുന്നതുകൊണ്ട് വിഷമിക്കുന്ന ഉമ്മയെ കണ്ട് കുറച്ചുനേരം അവരുടെ കൂടെ ഇരുന്ന് സന്തോഷിപ്പിക്കാമെന്ന് കരുതി കൊച്ചുമകനെ പറ്റി പറയാൻ താല്പര്യപ്പെടുന്നു. അവിടെ ഇരുന്നതിൽ ഏറ്റവും വിഷമിച്ചിരിക്കുന്നതാണ് ഉമ്മയുടെ കൊച്ചുമോനെന്നതിലൊരു സംശയവും വേണ്ട. താൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അവനെ വളർത്തിയെടുത്ത കാര്യങ്ങൾ ഉമ്മ പങ്കുവയ്ക്കുമ്പോൾ ലൈറ്റ് ഷോപ്പ് നോൺ ലീനിയറായി പോകുന്ന ഒരു സീരീസ് ആണെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സമയം മുന്നേ നടന്ന ഒന്നാണ്, വളരെ കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്നത്, ലിജിയുടെ വിയോഗത്തിന് ശേഷം നടന്നത്. ഓവർ ഡ്യൂട്ടിയിൽ തലയും ചെവിയും പുകഞ്ഞു നിൽക്കുന്ന സിസ്റ്റർ പെറ്റിയാട്രിഷ്യയ്ക്ക് ഒരു ഗുളികയും കൊടുത്ത് യോങ്ജി നോക്കി നിൽക്കുന്നത് കിമ്മിൻ്റെ ബെഡിലേക്കാണ്. അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്ന ലിജിയുടെ ആത്മാവിനെ കണ്ട് യോങ്ജി പതി അവിടേക്കെത്തി ലിജിയുടെ അവസ്ഥ മനസ്സിലാക്കി മനസ്സ് തുറക്കുകയാണ്. ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയെല്ലാം അദ്ദേഹത്തിൻ്റെ മനഃശക്തിക്ക് അനുസരിച്ചിരിക്കും. പക്ഷേ ഐ ആം സോറി, അത് അയാൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഇത് കേട്ടപാടെ ലിജിയൊന്ന് തലയുയർത്തുകയാണ്. ചിലപ്പോൾ എനിക്കറിയില്ല ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ആ മനഃശക്തി എന്നുള്ളത് അയാളുടെ ഉള്ളിൽ മാത്രമായിരിക്കില്ല. ഇത് കേൾക്കുന്ന പാവം ലിജി കിമ്മിൻ്റെ ജീവൻ നിലനിർത്താൻ അവൻ മരണത്തിലേക്ക് വീഴാൻ തുനിയുന്ന പല സമയവും അവനെ തിരികെ കൊണ്ടുവരാനായി തനിക്കറിയാവുന്ന പോലെ തുന്നി ചേർത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആദ്യം ലിജിയുടെ വീട്ടിൽ കണ്ട പോലെ, തിയേറ്ററിൽ കണ്ട പോലെ, അമ്പലത്തിൽ കണ്ട പോലെ. ഡോക്ടർമാർ അതിശയിച്ച പലതവണയായി ക്രിട്ടിക്കലായ കിമ്മിൻ്റെ ജീവൻ നിലനിർത്തുന്ന ആ ശക്തി, ആ മനഃശക്തി, അത് ലിജി തന്നെയാണ്. ആ പെരുമഴയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ പെട്ടിരിക്കുന്ന സുമ. ലൈറ്റ് കത്തി അണയുന്ന ആ മുറിയിലേക്ക് ഡ്രസ് ഹാങ്ങറിനിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സുമ അതിലൊരു വസ്ത്രം കണ്ട് എന്തോ തോന്നി അതെടുത്ത് പതിയെ മുറി തുറന്ന മിന്നുന്ന ബൾബിലേക്ക് നോക്കുന്നതും അവൾക്ക് ഓർമ്മ വരികയാണ് ഹേമയുമൊത്തുള്ള ആ ലാസ്റ്റ് മൊമെൻറ്റ്സ്. അവർ തമ്മിലുള്ള വഴക്ക്,
നീ ഇനി എൻ്റെ പേര് പോലും വിളിക്കരുതെന്ന് പറഞ്ഞ് ബസ്സിൽ കയറിയ നിമിഷങ്ങൾ. അപകടമുണ്ടായി മുറുക്കെ പിടിച്ച ആ നിമിഷം. കൺമുമ്പിൽ ഇനി വന്നേക്കരുതെന്ന് പറഞ്ഞ ആ നിമിഷം. ഹേമയുടെ മുറുക്കി പിടിച്ച കൈ സ്റ്റെക്കായി പോയതെപ്പറ്റി ഡോക്ടർമാർ പറയുന്ന ആ നിമിഷത്തെപ്പറ്റിയുമൊക്കെ ശേഷിക്കുന്ന ബോധത്തിൽ ഓർത്തെടുത്ത് സുമ ഏങ്ങി അവിടെ നിന്ന് വിതുമ്പുന്നു, ഭ്രാന്തമായി. ആ ഓർമ്മകൾക്ക് തുടക്കമിട്ട കയ്യിലെ ആ വസ്ത്രമെന്നുള്ളത് മറ്റൊന്നുമായിരുന്നില്ല. അത് യൂജിൻ ഹോസ്പിറ്റലിൻ്റെ പേരുള്ള രോഗികൾക്കുള്ള ഡ്രസ്സായിരുന്നു. ഹേമയുടെ വസ്ത്രമായിരുന്നു. ഏങ്ങിക്കരയുന്ന സുമയെ പിടിച്ചിട്ടുള്ള ഹേമയുടെ അവസാന ആലിംഗനവും. ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ പറഞ്ഞ വാക്കുകൾക്ക് ക്ഷമ ചോദിക്കാൻ ഇനി ഹേമ ജീവനോടെ ഇല്ലതാനും. അപകട സ്ഥലത്ത് അവിടെയുള്ളവർ പൂക്കളും മറ്റും കൊണ്ടുവച്ചൊരു സ്മരണസ്ഥാനമാക്കിയിരിക്കുന്നു. ജീവൻ എന്ന ബസ്സിൽ നിന്നും തള്ളിവിട്ട കുട്ടി വളരെ വേഗത്തിൽ തന്നെ സുഖം പ്രാപിച്ചിരിക്കുന്നു. അന്ന് ജീവൻ കുട്ടിയുടെ കഴുത്തിലേക്ക് ചുറ്റി രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച ആ ബോൾ ബാഗ് തിരികെ കൊടുക്കണമെന്ന് ആശുപത്രിയിൽ എത്തി നിൽക്കുന്ന ബാലൻ്റെ കയ്യിൽ നിന്നും യോങ്ജി അത് മേടിച്ചു വയ്ക്കുമ്പോൾ എങ്ങോട്ടെന്നില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അലയുന്ന ലിജിയും ഡ്രൈവർ സിംഗും സാംസണും. സാംസൺ സിഗരറ്റ് കത്തിക്കാൻ ലൈറ്റർ എടുത്ത് ഒട്ടും വിശ്വാസമില്ലാതെ കത്തിക്കുമ്പോഴാകട്ടെ ഇപ്രാവശ്യം കത്തുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് ആ വെട്ടത്തിൽ തൻ്റെ നിഴൽ നോക്കുന്നതും തലയിൽ പകുതി അടർന്നിരിക്കുന്നു. മുൻപ് സാംസൺ നോക്കി നിന്ന് അതേ ബൾബിലേക്ക് നോക്കി നിൽക്കുന്ന ജങ്ങിനടുക്കലേക്ക് സാംസൺ വെപ്രാളപ്പെട്ടെത്തി ഒരു കോഫി കിട്ടുമെന്ന് ചോദിക്കുന്നു. ചൂടോടെ വെച്ചു കൊടുക്കുന്ന കോഫി നിമിഷങ്ങൾക്കുള്ളിൽ കുടിച്ചുകൊണ്ട് സാംസൺ മനസ്സിലാക്കുകയാണ് തനിക്ക് രുചി അറിയാൻ വയ്യ, അതേപോലെ ചൂടും. അപ്പോൾ അതുകൊണ്ടാണ് മുൻപ് ജങ്ങിന് മുമ്പിലിരുന്ന് കാപ്പി കുടിച്ച സാംസണിൽ ഒരു വല്ലായ്മ പ്രകടമായത്. തൻ്റെ സെൻസുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ പുറത്തലഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിനാണ് കുഴപ്പമെന്ന് സാംസൺ പറയുന്നത് കേട്ട് എങ്ങനെ ഇത് മനസ്സിലായെന്നിരിക്കുന്ന ജങ്ങിന് മുന്നിലേക്ക് ആ ലൈറ്റർ എടുത്ത് വയ്ക്കുന്നു. ആ ലൈറ്റർ സത്യത്തിൽ സാംസന്റെ ഭാര്യയുടെ ഒരു സ്നേഹ സമ്മാനവും. അതുവഴി തിരിച്ചറിവിൽ നിൽക്കുന്ന സാംസണോട് ജങ് ചിലത് വെളിപ്പെടുത്തുന്നു. എനിക്ക് തുടക്കത്തിൽ എന്തോ വ്യത്യസ്തത നിങ്ങൾ തോന്നിയിരുന്നു. മറ്റുള്ളവർ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. മറ്റുള്ളവരോ? ഈ ലൈറ്റ് ഷോപ്പിലേക്ക് കുറേ അധികം വ്യത്യസ്തമായ ആൾക്കാർ വരാറുണ്ട്. ഇത് വെറുമൊരു ഷോപ്പല്ലേ, പിന്നെ എന്താണ് ഈ സ്ഥലമെന്നും എല്ലാം ഡിഫറൻ്റ് ആണെന്നും സാംസൺ ഊഹിക്കുമ്പോൾ എന്ത് വ്യത്യസ്തതയെന്ന് ജങ്. ഈ രാത്രി അത് അവസാനിക്കുന്നേയില്ല. എനിക്കറിയണം ഞാനാണോ അതോ ഈ സ്ഥലമാണോ വിചിത്രമെന്ന്. ഞാനും ഈ ചോദ്യം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ജങ് കണ്ണാടി ഉരിയുന്നു. പൂച്ച കണ്ണുകളുള്ള സാങ്കുനെ തിരിയുന്ന സാംസൺ എത്തി നിൽക്കുന്നത് അതേ കണ്ണുകളുള്ള ജങ്ങിൻ്റെ അടുക്കൽ. ജങ്ങിൻ്റെ രൂപത്തിലെ മാറ്റം നമ്മൾ മുൻപ് കണ്ട പോലെ ഇപ്പോൾ കണ്ണിൻ്റെ മാറ്റവും കണ്ടിരിക്കുകയാണ്. സാംസൺ തിരിയുന്ന സാങ്കുൻ എന്നാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അയാൾ പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് മരിച്ചവൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ആ വാക്കുകൾ. ജങ് പറഞ്ഞ പോലെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ ഡിറ്റക്റ്റീവ് ബുദ്ധി വഴി പല കാര്യങ്ങളും കണ്ടുപിടിച്ചപ്പോൾ സാംസണ് ശ്രദ്ധയിൽപ്പെട്ട തലയുടെ പിൻഭാഗത്തെ വിള്ളൽ വഴി മനസ്സിലാക്കാം അദ്ദേഹം ഹെഡ് ഇഞ്ചുറിയാൽ അവിടെ എത്തിപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ലെന്ന് വാശി പിടിച്ചു കരയുന്ന കുഞ്ചു. എന്നാൽ കുഞ്ചു പുറത്തേക്ക് പോയില്ലെങ്കിൽ അവൾ മരണപ്പെടുമെന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം. ശബ്ദിക്കാനാകാത്ത ജങ് യുഹി എങ്ങനെയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? 3 ഡേ ഫ്യൂണറൽ. മരിച്ചവർക്കാകെ കിട്ടുന്ന 3 ദിവസത്തിൽ പലരും ഒന്നിക്കാൻ ശ്രമിക്കുമ്പോൾ ലിജി കിമ്മുമായി ഒന്നിക്കാനാകാത്ത വിഷമത്തിൽ കിമ്മിൻ്റെ ജീവൻ നിലനിർത്താനുള്ള കഷ്ടപ്പാടിൽ. കഥ വീണ്ടും ഇരുണ്ട് വരുമ്പോൾ ഇനി ശേഷിക്കുന്ന 2 എപ്പിസോഡുകൾ കൂടി.